ശത്രുവിനെ തിരിച്ചറിയാൻ എളുപ്പമാണ്. എന്നാൽ ശത്രു മിത്രത്തിന്റെ മുഖംമൂടി ധരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എവിടെയും വാരിക്കുഴി പ്രതീക്ഷിക്കണം. ചൈനയുടെ കാര്യവും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിൽ അങ്ങനെ തന്നെയാണ്. 2025 മേയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം സമാധാനമായി പരിഹരിച്ചതിന്റെ ക്രെഡിറ്റ് ലഭിച്ചില്ലെന്ന ട്രംപിന്റെ പരിഭവം തുടരുമ്പോൾ പുതിയ അവകാശവാദവുമായി ചൈനയും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ഇടപെട്ടു എന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ അവകാശവാദം. ബെയ്ജിംഗിൽ ചൈനയുടെ വിദേശ ബന്ധങ്ങളെ കുറിച്ചുള്ള ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് വാങ് യി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ലഘൂകരിക്കാൻ തങ്ങൾ ഇടപെട്ടതായി പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശമിപ്പിക്കാൻ തങ്ങളാണ് ഇടപെട്ടതെന്ന അവകാശവാദവുമായി ആദ്യം ഡൊണാൾഡ് ട്രംപും തുടർന്ന് ചൈനയും മുന്നോട്ട് വന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ അതിർത്തിയിൽ സംഘർഷം ഉയർന്ന ഓരോ ഘട്ടത്തിലും ഇന്ത്യ സ്വീകരിച്ചത് ഉത്തരവാദിത്തപരവും ആത്മവിശ്വാസമുള്ളതുമായ നടപടികളായിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതും അതേസമയം അനാവശ്യമായ യുദ്ധോന്മാദത്തിലേക്ക് വഴുതിപ്പോകാതിരിക്കുന്നതുമാണ് ഇന്ത്യയുടെ ശക്തി. ഈ നിലപാട് രൂപപ്പെടുത്തിയത് ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ പുറം ശക്തികളുടെ ഉപദേശങ്ങളോ അല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര വിദേശ നയവും ഉറച്ച ദേശീയ താൽപര്യ ബോധവുമാണ്. ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളിൽ അമേരിക്ക പലതവണ മധ്യസ്ഥനാകാൻ ശ്രമിച്ചു. കശ്മീർ വിഷയത്തിൽ പോലും ഇന്ത്യയുടെ വ്യക്തമായ നിലപാട് ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണ്, മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അംഗീകരിക്കില്ല എന്നത് അമേരിക്ക കേൾക്കാൻ തയ്യാറായില്ല. ഇന്ന് ആ പഴയ ശീലത്തിന്റെ തുടർച്ചയായാണ് സംഘർഷം ഞങ്ങളാണ് ശമിപ്പിച്ചതെന്ന അവകാശവാദം വീണ്ടും ഉയരുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ പരിധിയുള്ള മറുപടികൾ നൽകി. സൈനികമായി ശക്തിയുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യ അതേസമയം പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ കൃത്യമായ പരിധിയുള്ള മറുപടികൾ നൽകി. സൈനികമായി ശക്തിയുണ്ട് എന്ന് തെളിയിച്ച ഇന്ത്യ അതേസമയം നയതന്ത്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലാക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഫോൺ കോളുകളല്ല, ഇന്ത്യയുടെ സ്വന്തം തന്ത്രപരമായ തീരുമാനങ്ങളാണ് അവസ്ഥ നിയന്ത്രണ വിധേയമാക്കിയത്. ചൈനയുടെ അവകാശവാദം ഇതിലും കൂടുതൽ കപടമാണ്. ഇന്ത്യ ചൈന അതിർത്തിയിൽ തന്നെ സ്ഥിരമായി പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന, പാകിസ്ഥാനെ തന്ത്രപരമായി സംരക്ഷിക്കുന്ന, തീവ്രവാദത്തെ പരോക്ഷമായി പരിപോഷിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യ പാകിസ്ഥാൻ സമാധാനത്തിന്റെ രക്ഷകനാകുന്നുവെന്ന് പറയുന്നത് തന്നെ പരിഹാസ്യമാണ്. പാകിസ്ഥാനെ അയൺ ബ്രദർ എന്ന് വിളിച്ച് ആണവശേഷിയും സാമ്പത്തിക പിന്തുണയും നൽകുന്ന ചൈന ദക്ഷിണേന്ത്യയിലെ അസ്ഥിരതയിൽ സ്വന്തം പങ്ക് മറച്ചുവെക്കുക. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉയരുമ്പോൾ ചൈനയ്ക്ക് നേട്ടമുണ്ടാകുന്നത് തങ്ങളുടെ ഭൗമ രാഷ്ട്രീയ കളികൾക്കാണ്. സമാധാനം എന്നത് അവരുടെ മുൻഗണനയല്ല. ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ വിദേശ നയം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന ആശയം വെറും പ്രസംഗ വാക്കുകളിൽ ഒതുക്കാതെ പ്രായോഗികമായി നടപ്പിലാക്കിയതാണ് മോദി സർക്കാർ. അമേരിക്കയുമായും റഷ്യയുമായും യൂറോപ്പുമായും ഒരേ സമയം ശക്തമായ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ തന്റെ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്ന രാജ്യമായി നിലകൊണ്ടു. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിലും അതേ സമീപനമാണ് ഇന്ത്യ കൈക്കൊണ്ടത്. പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിച്ചാൽ മാത്രമേ സ്ഥിരമായ സമാധാനം സാധ്യമാകൂ എന്ന സത്യമാണ് ഇന്ത്യ ലോകത്തോട് ആവർത്തിച്ചു പറഞ്ഞത്. അതിന് ചൈനയുടെയോ ട്രംപിന്റെയോ സർട്ടിഫിക്കറ്റ് ഇന്ത്യക്ക് ആവശ്യമില്ല. ട്രംപിന്റെയും ചൈനയുടെയും അവകാശവാദങ്ങൾ ഇന്ത്യയുടെ വളരുന്ന ആഗോള പ്രാധാന്യത്തോടുള്ള അസ്വസ്ഥതയെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ എന്നൊരു റീജിയണൽ പവർ മാത്രമല്ല, ആഗോള തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. G20 അധ്യക്ഷ സ്ഥാനം മുതൽ ക്വാഡ്, ബ്രിക്സ് തുടങ്ങിയ വേദികളിൽ വരെ ഇന്ത്യയുടെ ശബ്ദം ശക്തമായി ഉയരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വന്തം വഴിയിൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചില മഹാശക്തികൾക്ക് രുചിക്കുന്നില്ല. അതിനാലാണ് ഇടപെട്ടത് ഞങ്ങളാണെന്ന അവകാശവാദങ്ങളിലൂടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഇന്ത്യയുടെ ശക്തിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരിട്ടുള്ള യുദ്ധം അനുകൂലമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര വേദികളിൽ കള്ളക്കണ്ണീരും ഇരട്ട മുഖവുമുള്ള നയതന്ത്രം അവർ തുടരുന്നത്. ഈ നാടകത്തിൽ ചൈനയും ചിലപ്പോൾ അമേരിക്കയും സഹനടന്മാരാകും. എന്നാൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ഭീകരതയ്ക്കും അതിക്രമത്തിനും കർശനമായ മറുപടി, സമാധാനത്തിന് തുറന്ന വാതിൽ. ഈ തുലനം കൈവരിച്ചത് ശക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിലൂടെ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ശമിച്ചതിന്റെ യഥാർത്ഥ കാരണം ഇന്ത്യയുടെ സൈനിക ശേഷിയും നയതന്ത്ര പക്വതയും അതിനെ നയിച്ച മോദിയുടെ നിലപാടുകളുമാണ്. ട്രംപിന്റെയും ചൈനയുടെയും അവകാശവാദങ്ങൾ ചരിത്രത്തിൽ ചെറിയ അടിക്കുറിപ്പുകളായി മാത്രം അവശേഷിക്കും. ഇന്ത്യയുടെ സ്വതന്ത്ര തീരുമാനങ്ങൾ, ദേശീയ താൽപര്യം മുൻനിർത്തിയ നയം, അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ബഹുമാനം, ഇവയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റുള്ളവർ എത്ര അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും ശരി, ദക്ഷിണേന്ത്യയിലെ സമാധാനവും സ്ഥിരതയും നിർണ്ണയിക്കുന്നത് ഇന്ത്യ തന്നെയാണെന്ന സത്യം അത് മാറ്റാൻ കഴിയില്ല.